ഹായ്, നമ്മളതിനെ ഡിസ്കസ് ചെയ്യുന്നത് ലാബ് 3 ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ. നിങ്ങൾ ഫംഗ്ഷൻസിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഫംഗ്ഷന്റെ ഡൊമെയിൻ എങ്ങനെയാണ് വരിക, ഒരു ഫംഗ്ഷന്റെ റേഞ്ച് എങ്ങനെ വരിക എന്നുള്ളതൊക്കെ. ഇത് നമുക്ക് ഗ്രാഫ് വരച്ചുകൊണ്ട് പറയാം. ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ ഫംഗ്ഷന്റെ ഡൊമെയിനും റേഞ്ചും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അതേപോലെ എങ്ങനെയാണ് ഒരു ഗ്രാഫ് ബാക്കിയുള്ള നിങ്ങളിപ്പോൾ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ഒക്കെ അല്ലേ വരച്ചത്, അതേപോലെ കുറച്ച് വെറൈറ്റി ഫംഗ്ഷൻസ് ഇതേപോലെയുള്ള ഫംഗ്ഷൻസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതൊക്കെ നോക്കാം. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഇതിലെല്ലാം ഒന്നും ഞാൻ ചെയ്യുന്നില്ല. കുറേയൊക്കെ നമ്മൾ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിന്റെ അണ്ടറിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഈ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ജിയോജിബ്ര യൂസ് ചെയ്തുകൊണ്ട് വരയ്ക്കണം. ഇതൊക്കെ വരയ്ക്കാൻ ഭയങ്കര പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ജിയോജിബ്ര എടുക്കുന്നു, ആദ്യം എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ്. അപ്പോൾ ഇൻപുട്ടിൽ താഴെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സ് സ്ക്വയർ പ്ലസ് 2 കൊടുക്കുക. അതാ എക്സ് സ്ക്വയർ പ്ലസ് 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 2ന്റെ ഗ്രാഫായി. റെഡി, ഞാൻ കൺട്രോൾ ചെയ്യാൻ പഠിച്ച് ഒന്ന് സെൻറ്ററിലേക്ക് ആക്കിയിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് 2ന്റെ ഗ്രാഫായി. ഇനി ചോദ്യം അതല്ല, ഇതിൻ്റെ ഡൊമെയിനും റേഞ്ചും നിങ്ങൾക്ക് കണ്ടെത്തണം. ഇതിൻ്റെ ഡൊമെയിനും റേഞ്ചും കണ്ടെത്താൻ എന്ത് സിമ്പിളാണ്. എക്സ് സ്ക്വയർ വരുന്ന ഏതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ്റെയും ഡൊമെയിൻ എന്തായാലും റിയൽ നമ്പേഴ്സാണ്. കാരണം അത് നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യാന്നറിയോ, നേരെ എക്സ് ആക്സിൽ ഇവിടെ ഏത് പോയിന്റ് എടുത്താലും അതിന് നേരെ മുകളിലോട്ട് ഇങ്ങനെ വരച്ചു നോക്കുക. വെറുതെ നിങ്ങൾ മൗസ് കൊണ്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഗ്രാഫ് കൂട്ടിമുട്ടുന്നുണ്ടോ? ഇവിടെ വരെ കൂട്ടിമുട്ടുന്നുണ്ട്, ഇവിടുന്ന് ശേഷം കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ ഇതൊന്നും ഡൊമെയിൻ വരില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. നിങ്ങൾ ഈ ഗ്രാഫ് ചെറുതാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ വാല്യൂസും വരുന്നത് കാണാം. എല്ലാ വാല്യൂസും വരും. ഇപ്പം നേരത്തെ 3, 4, 5 ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ അത് 5 കാണാൻ തുടങ്ങി, 6 കാണാൻ തുടങ്ങി, 7 കാണാൻ തുടങ്ങി, 10 വരെ ഇപ്പം നിങ്ങൾ കാണും. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതോ എല്ലാത്തിനും വാല്യൂ വരിക. 20ന്റെ സ്ക്വയർ 400. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ 20ന്റെ സ്ക്വയർ പ്ലസ് 2. അപ്പം 20 എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സിൽ നിങ്ങൾ 20 എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്താ, 20 സ്ക്വയർ പ്ലസ് 2 എന്നുള്ളത്. അതായത് 402 എന്നായിരിക്കും നിങ്ങളുടെ ആൻസർ കിട്ടുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം നമ്മുടെ. യെസ്, റെഡി. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. റെഡി, എക്സ് സ്ക്വയർ പ്ലസ് 2ന്റെ ഗ്രാഫ്. ഡൊമെയിൻ എന്താ, എല്ലാ റിയൽ നമ്പറും വരും. റേഞ്ചോ, വൈ വാല്യൂസിനാണ് നമ്മൾ റേഞ്ച് എന്ന് പറയാം. അപ്പോൾ ഇവിടെ വൈ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്ന് മുതലാണ് നോക്കുക, ഈ പോയിന്റ്. ഇത് ഏതാ പോയിന്റ്, നിങ്ങളുടെ 2 ആണ്. വൈ ആക്സിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് 2. അപ്പോൾ 0,2 എന്നാ വരും. അപ്പോൾ 2 മുതൽ മുകളിലോട്ടുള്ള എല്ലാ വാല്യൂസും വൈ വാല്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക? വൈ വാല്യൂസിന് നേരെ ഇങ്ങനെ നിങ്ങൾ വരച്ചു നോക്കുക. നിങ്ങൾ ഇങ്ങനെ വൈക്ക് നേരെ വരച്ചു നോക്കുക. ഗ്രാഫ് കൂട്ടിമുട്ടുന്നുണ്ടോ നോക്കുക. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, 2 അപ്പോൾ 2 to എവിടെ വരെ പോകുന്നുണ്ട്, ഇൻഫിനിറ്റി വരെ. അപ്പോൾ 2 to ഇൻഫിനിറ്റി ആണ് ഇതിൻ്റെ എന്ത് വരുന്നത്, റേഞ്ച് വരുന്നത്. ക്ലോസ്ഡ് 2 to ഇൻഫിനിറ്റി ആണ്. കാരണം 2 ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് നിങ്ങൾ 2 ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട് കറക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് സൂം ഇൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് മനസ്സിലാവും. 2 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ വാല്യൂസും വരും. സിമ്പിൾ കാര്യം. ഇനി അതേപോലെ ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നമുക്ക് വരയ്ക്കാനുള്ള ഒരു ഫംഗ്ഷൻ, ഞാൻ എല്ലാം ഒന്നും വരയ്ക്കുന്നില്ല. എക്സ് സ്ക്വയർ മൈനസ് 3 വരയ്ക്കേണ്ട ആവശ്യമില്ല. 3 മൈനസ് മോഡ് എക്സ് ഒന്ന് വരച്ചു നോക്കാം. നമുക്ക് മോഡ് എക്സ് വരയ്ക്കാൻ അറിയാം. അപ്പോൾ 3 മൈനസ് മോഡ് എക്സ് എങ്ങനെയാണ് വരയ്ക്കുക? 3 മൈനസ് മോഡ് എക്സ് ഒക്കെ വളരെ ഈസിയാണ്. ഇൻപുട്ടിൽ നിങ്ങൾ 3 മൈനസ് മോഡ് എക്സ് അല്ലേ, മോഡ് എക്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അബ്സല്യൂട്ട് ഓഫ് എക്സ് എന്നാ. അപ്പോൾ അബ്സല്യൂട്ട് ഓഫ് എക്സ് എന്ന് കൊടുത്തു. ഇതാണ് ആക്ച്വലി ആരുടെ ഗ്രാഫ്, 3 മൈനസ് മോഡ് എക്സിന്റെ ഗ്രാഫ്. ഞാൻ ആദ്യത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് ഒന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡൊമെയിൻ നോക്കി. നിങ്ങൾ എക്സ് ആക്സിൽ എല്ലാ വാല്യൂസും കിട്ടുന്നുണ്ട്. ഇങ്ങോട്ടേക്കൊക്കെ പോകട്ടോ. ഗ്രാഫ് ചെറുതാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ട്. ആൻഡ് ഇതിന്റെ വൈ വാല്യൂസ് വരുന്നത് എവിടെയാണ്? വൈ വാല്യൂസ് വരുന്നത് 3 മുതൽ മുകളിലോട്ടാണോ? അല്ല, 3ന്റെ താഴോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ 3 ആണ് മാക്സിമം ആയിട്ട് ഈ ഫംഗ്ഷന് കിട്ടുന്ന വാല്യൂ, വൈ വാല്യൂ. താഴോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ താഴോട്ടേക്ക് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ ആണ് എവിടെ വരെ, 3 വരെ. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി 3 ആണ് ആക്ച്വലി എന്ത്, ഇതിന്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ ഡൊമെയിനും റേഞ്ചും അവിടുന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ അടുത്തത് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 1 അത് വരച്ചു നോക്കാം. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 1 വരച്ച് നോക്കുന്ന സമയത്ത് അടുത്ത ഫംഗ്ഷൻ ആണ്. അപ്പോൾ ബ്രാക്കറ്റ് ഒക്കെ ഇടയിൽ നിർബന്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 2 വരച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഷിഫ്റ്റ് 6 അടിച്ചിട്ട് പവറിൽ കൊടുത്താൽ മതി. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ആൻഡ് മൈനസ് 1 കേട്ടോ. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 1. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 1 നിങ്ങൾ വരച്ചത് ശരിയല്ലേ എന്നുള്ളത് ഇവിടെ ഓൾജിബ്ര വ്യൂവിൽ നോക്കിയാൽ മതി. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 1 കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇതിന്റെ ഡൊമെയിനും റേഞ്ചും എങ്ങനെ പറയാം, അതും സിമ്പിളാണ്. ഡൊമെയിൻ എന്തായാലും ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ സ്ക്വയർ ഒക്കെ വരുന്ന പോളിനോമിയൽ ഫംഗ്ഷന്റെ ഡൊമെയിൻ എല്ലാം റിയൽ നമ്പേഴ്സാണ് വരിക. അപ്പോൾ ഇവിടെ ഈ ഡൊമെയിൻ 6, കാരണം എല്ലാ റിയൽ നമ്പേഴ്സിന് നേരെയും ഗ്രാഫിൽ പോയിന്റ് ഉണ്ടാവും. ഇങ്ങോട്ടേക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഉണ്ടാവും. ഓക്കെ, അത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സിന് പകരം 7 ഒക്കെ കൊടുത്താൽ മതി. 7 + 2 9 സ്ക്വയർ എത്രയാണ്, 81 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 80. അപ്പോൾ 9 എടുത്താൽ 80 വാല്യൂ കിട്ടുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റൂലല്ലോ, ഈ ഗ്രാഫിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. സൂം ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണുകയും ചെയ്യാം. ആൻഡ്
എൻ്റെ ചോദ്യം അതല്ല. അപ്പോൾ ഇതിൻ്റെ ഡൊമെയിൻ ആറാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ വാല്യൂസാണ്. അപ്പോൾ ഇവിടെ വൈ വാല്യൂ തുടങ്ങുന്നത് നിങ്ങൾ നോക്ക്. വൈ വാല്യൂ തുടങ്ങുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ്, ശരിയല്ലേ? ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ വൈ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ ഇവിടെ നോക്ക്, ഇവിടെ വൈ ആക്സിസ് വാല്യൂ ആ പോയിന്റിൻ്റെ എത്രയാണ്? -1. അപ്പോൾ -1 മുതലാണ് വൈ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ വരെ? 2 മുകളിലോട്ടാണ് പോകുന്നത്, ഇൻഫിനിറ്റി വരെ. അപ്പോൾ -1 ഇൻക്ലൂഡഡ് ആണോ? അതെ, -1 വരുന്നുണ്ട്. അപ്പോൾ ക്ലോസ്ഡ് -1 ടു ഇൻഫിനിറ്റി ആണ് ഇതിൻ്റെ റേഞ്ച് വരിക. അപ്പോൾ അത് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ അത് ബാക്കിയുള്ള ഇതൊന്നും ഞാൻ വരയ്ക്കുന്നില്ല. ഇതൊന്ന് വരച്ചു നോക്കാം. 2x² - 8x + 5. 2x² - 8x + 5. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൽ മാർക്ക് ചെയ്യട്ടെ. 2x, എക്സിൻ്റെ പവറിലാണ് 2 വരുന്നത്. അപ്പോൾ 2x⁻², 2x² ഷിഫ്റ്റ് ആണ്, ഷിഫ്റ്റ് 2x² - 8x. അപ്പോൾ 8x + 5. ഗ്രാഫ് കണ്ടോ നിങ്ങൾ? 2x² - 8x + 5. ഇനി അത് കറക്റ്റ് ആണോ നോക്കണമെങ്കിൽ ഇതും കുറച്ചും കൂടെ വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഇവിടെ കിട്ടും. 2x² - 8x + 5 എന്ന് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ. ഇതിൻ്റെ ഡൊമെയിൻ ഞാൻ പറഞ്ഞു പോളിനോമിയൽ ആണ്. അങ്ങനെയാണ് എല്ലാ റിയൽ നമ്പേഴ്സും ഡൊമെയിൻ വരും. റേഞ്ച് ഇതാ നോക്കിയാൽ മതി. വൈ വാല്യൂസ് ഇതല്ലേ ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ്, ഇതിന് നേരെയുള്ള വൈ വാല്യൂ നോക്ക്, -3. ആൻഡ് മുകളിലോട്ടാണ് പോകുന്നത്, അപ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ ക്ലോസ്ഡ് -3 ഇൻക്ലൂഡഡാ, റേഞ്ച് ആയിട്ട് -3 വരുന്നുണ്ട്. അപ്പോൾ ക്ലോസ്ഡ് -3 ടു ഇൻഫിനിറ്റി ആണ് ഇതിൻ്റെ റേഞ്ച് വരിക. ഓക്കെ, സിമ്പിൾ കാര്യം അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഹാഫ് ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് ഉണ്ട്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് x/2 ഉണ്ട്. നമുക്ക് ഹാഫ് ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് ഒന്ന് വരച്ച് നോക്കാം. ഹാഫ് ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് വരച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നോക്കിക്കോ, 1/2 പിന്നെന്തായിരുന്നു? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് അല്ലേ? അപ്പോൾ നമ്മൾ അതിന് കൊടുക്കേണ്ടത് ഫ്ലോർ ഫംഗ്ഷനാണ്. അപ്പോൾ ഫ്ലോർ എക്സ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പം നോക്കാം നമുക്ക് കറക്റ്റ് ആണോ വരിക എന്നുള്ളത്. ഇതാ ഇവിടെ നിങ്ങൾക്ക് അത് കാണാം കേട്ടോ, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ കൊടുത്ത ഡെഫിനിഷൻ കറക്റ്റ് ആണോ എന്നുള്ളത്. ഹാഫ് ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് ശരിയാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഡൊമെയിൻ വരുന്നത് നോക്കിക്കേ. ഡൊമെയിൻ എല്ലാ റിയൽ നമ്പറും നമ്മൾ കൊടുക്കും, നോ പ്രോബ്ലം. റേഞ്ച് വരുമ്പോൾ ശ്രദ്ധിച്ചോ, റേഞ്ച് ഇൻറ്റിജേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. 0 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, സോറി ഇൻറ്റിജേഴ്സ് അല്ല, ആക്ച്വലി 1ഉം 0യും വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ 0.5 കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റേഞ്ച് എഴുതുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് സെറ്റ് ആക്കിയിട്ട് എഴുതാം. സെറ്റ് ആക്കിയിട്ട് എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയോ? 0, 1/2, 1, 3/2, 2, 4/2 അങ്ങനെ സോറി 4/2 അല്ല 5/2 അങ്ങനെ പറഞ്ഞ് എഴുതേണ്ടി വരും. അപ്പോൾ ഇൻറ്റിജേഴ്സ് മാത്രമല്ല റേഞ്ച് വരുന്നത്. -1/2, -1, -3/2, അതായത് -1.5. അത് നിങ്ങളൊരു സെറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ട് എഴുതിയാൽ മതി. അല്ലെങ്കിൽ അതിനൊക്കെ കൺസിഡർ ചെയ്യുന്ന രീതിയിൽ ഒരു കോമൺ സെറ്റ് ബിൽഡർ ഫോം കൊടുത്താലും നോ പ്രോബ്ലം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നോ വിഷയം. അത് നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആയാൽ മതി എന്നേ ഉള്ളൂ. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യം സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് is equal to n/2 എന്ന് കൊടുക്കുന്നത് അറേഞ്ച് ആയിട്ട്. അപ്പോൾ n belongs to ഇൻറ്റിജർ കൊടുത്താൽ മതി. അപ്പോൾ n-ന് 1 വന്നാൽ 1/2, 2 വന്നാൽ 2/2, 1, 3 വന്നാൽ 3/2, 1.5. അപ്പോൾ x is equal to n/2 എന്ന് കൊടുത്താൽ കോമൺ ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ റേഞ്ച്. അങ്ങനെ എത്ര വലുതൊന്നും നിങ്ങളോട് ചോദിക്കൂല, അങ്ങനെ ഭയങ്കരമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടാക്കൂല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, നല്ലൊരു ചോദ്യം. ഇനി അടുത്ത് നോക്കുക, അതേപോലെ ഇതും അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി വരും. ഇത് x മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് ആണ്. അപ്പോൾ അതൊന്ന് വരച്ച് നോക്കാം. x മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ്. ഓക്കെ, നോക്കിക്കേ, x മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ്. അപ്പോൾ ഫ്ലോർ എക്സ് എന്ന് കൊടുക്കുക. ഫ്ലോർ എക്സ് യെസ്, ഇതാണ് x മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ്. മറ്റേത് ഞാൻ ഹൈഡ് ചെയ്തു. നല്ലൊരു കിടിലൻ ഗ്രാഫ്. ഡൊമെയിൻ സത്യത്തിൽ എല്ലാം വരുന്നുണ്ട്. അതായത് നോക്കി നിങ്ങൾ എല്ലാ വാല്യൂസും ഡൊമെയിനിൽ കിട്ടുന്നുണ്ട്. പക്ഷേ റേഞ്ച് 0 കിട്ടുമോ? 0 കിട്ടുമടാ. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് എക്സിന് പകരം 1 എടുത്താൽ 1 മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 1 എന്നാണ് കിട്ടുക. 1 എന്താ? 1 തന്നെ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 1 എന്താ? അതും 1. അപ്പോൾ 1 മൈനസ് 1 0 കിട്ടും. അതായത് ഏത് ഇൻറ്റിജറും എടുത്താൽ നിങ്ങൾക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ 0 തന്നെയാണ് വരിക. ഏത് ഇൻറ്റിജർ എടുത്താലും ഫംഗ്ഷൻ്റെ വാല്യൂ 0 കിട്ടുക, വൈ വാല്യൂ 0. പക്ഷേ ഞാനൊരു സംശയം ചോദിക്കട്ടെ, നിങ്ങൾക്ക് 1 വാല്യൂ കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? 1 വാല്യൂ കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? നിങ്ങൾ 1 എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 2 എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. അല്ല, 2 എടുക്കുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ 0യാ.
അപ്പോൾ ഈ 1 വരാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? ഇല്ലടാ. നിങ്ങൾ 2 എടുക്കുമ്പോൾ 2 മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 2, 2 മൈനസ് 2 0 കിട്ടുക. പക്ഷേ നിങ്ങൾ 2ൻ്റെ തൊട്ട് മുമ്പുള്ള വാല്യൂ 1.9999 എടുത്താൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ 1 വരിക. അപ്പോൾ 2 മൈനസ് 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. 1.9 നമ്മൾ എടുത്തത് കേട്ടോ, സോറി. 1.9 ആണ് എടുത്തത്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 1.9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1 കിട്ടും. അപ്പോൾ 1.99999 മൈനസ് ഇവിടെ എന്തായിരിക്കും 1 ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് 0.9999 വരെ വരും. ഈ 1ലേക്ക് കൂട്ടിമുട്ടൂല. അത് ചില ഫംഗ്ഷനിൽ നിങ്ങൾക്ക് ഗ്രാഫ് നോക്കിയാൽ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിലൊന്നും ഈ ഹോൾ മാർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെയൊക്കെ ജസ്റ്റ് ഒരു ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നു. ഒരു ഹോൾ ഇങ്ങനെ മാർക്ക് ചെയ്താലേ ആ ഗ്രാഫ് കറക്റ്റ് ആവുമായിരുന്നു. ജിയോജിബ്രയിൽ അത് ഇല്ല ആക്ച്വലി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 0 കിട്ടും, പക്ഷെ 1 കിട്ടൂല. ഇതിൻ്റെ ഇടയിൽ മാത്രമേ റേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ 0 to 1, 0 ഇൻക്ലൂഡഡ് ആണോ എന്ന് ചോദിച്ചാൽ അതെ. അപ്പോൾ ക്ലോസ്ഡ് 0 to 1 ഇൻക്ലൂഡഡ് ആണോ? അല്ല. അപ്പോൾ ക്ലോസ്ഡ് 0 to 1 ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽ അങ്ങനെ കൊടുക്കുക. ക്ലോസ്ഡ് 0 to ഓപ്പൺ 1. അതാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് കേട്ടോ. അപ്പോൾ ചില ചോദ്യങ്ങളിൽ അങ്ങനെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് വരും. അങ്ങനത്തതൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അടുത്ത നോക്ക്, റൂട്ട് ഓഫ് 4 മൈനസ് എക്സ്. അത് വരച്ചു നോക്കാം. ഞാൻ എല്ലാം ഒന്നും വരച്ചിട്ടില്ല. റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 പറയുന്നില്ല. റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് പറയാം. അപ്പോൾ റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് ആണ്. അപ്പോൾ അതാ SQRT കൊടുക്കുക. SQRT 4 മൈനസ് എക്സ് അല്ലേ. അപ്പോൾ അതാ 4 മൈനസ് എക്സ് കറക്റ്റ്. ഇതാ റൂട്ട് 4 മൈനസ് എക്സ്. നിങ്ങൾക്ക് അവിടെ തന്നെ കാണാം ഗ്രാഫ്. ഞാൻ മറ്റേത് ഹൈഡ് ചെയ്തു. അപ്പോൾ ഇതാണ് പുതിയ ഗ്രാഫ്. റൂട്ട് ഓഫ് 4 മൈനസ് എക്സ്. ഓക്കെ, നല്ല ഗ്രാഫ്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഡൊമെയിൻ നിങ്ങൾ എടുക്കേണ്ട റീജിയൻ 4 എടുക്കാം. 4 എടുത്താൽ 0 വാല്യൂ കിട്ടും. പ്രശ്നമല്ല. 4 മൈനസ് 4 0. 4ൽ കൂടുതലുള്ള ഏതെങ്കിലും എടുത്താൽ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവായി പോകും. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല. അപ്പോൾ 4നേക്കാളും കുറവുള്ള എല്ലാ വാല്യൂസും എക്സ് ആക്സിൽ എടുക്കുന്നുണ്ട്. അതായത് -∞ മുതൽ 4 വരെയുള്ള വാല്യൂസ് ഡൊമെയിൻ ആയിട്ട് വരും. അപ്പോൾ ഓപ്പൺ -∞ ടു ക്ലോസ്ഡ് 4 ആണ് ഡൊമെയിൻ. റേഞ്ച് നോക്ക്. y ആക്സസ് 0 വരും. 4 എടുത്താൽ 4 മൈനസ് 4 0, റൂട്ട് 0 0. അപ്പോൾ 4 എടുക്കുമ്പോൾ 0 കിട്ടുന്നുണ്ട്. പിന്നെ മുകളിലോട്ടുള്ള എല്ലാ വാല്യൂസും വരും. അതായത് y വാല്യൂസ് 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ വാല്യൂസും കിട്ടും. അപ്പോൾ ക്ലോസ്ഡ് 0 ടു ഓപ്പൺ ഇൻഫിനിറ്റി. അതാണ് റേഞ്ച് വരിക കേട്ടോ. അപ്പോൾ ഫംഗ്ഷൻസ് അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തത് ഈ റൂട്ട് 9 - x² അല്ലെങ്കിൽ റൂട്ട് ഓഫ് x² - 4 പറയാം. എല്ലാം ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ടഫായുള്ളതൊന്നും ഒരുപാട് ചോദിക്കുകയില്ല കേട്ടോ. നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളത് തന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും, അങ്ങനെ വിചാരിക്കാം നമുക്ക്. അപ്പോൾ നോക്ക്, അടുത്തത് x² - 4ൻ്റെതല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് അതിൽ x² - 4 ആണ്. അപ്പോൾ x റൈസ് ടു 2 - 4. ഓക്കെ, കൊടുത്തത് കറക്റ്റ് ആവണേ. x² - 4 കിട്ടി. മുകളിലത്തത് ഞാൻ ഹൈഡ് ചെയ്തു. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ. നിങ്ങൾ നോക്കും. ഫംഗ്ഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? യെസ്. ഇവിടെ ഡൊമെയിൻ എടുക്കുന്ന സമയത്ത് -2നേക്കാളും കുറവുള്ള വാല്യൂസ് ഒക്കെ എടുക്കുന്നുണ്ട്. -2നേക്കാളും കൂടുതലുള്ള വാല്യൂസ് എടുക്കുന്നുണ്ട്. പക്ഷേ -2ൻ്റെയും 2ൻ്റെ ഇടയിലുള്ളൊരു വാല്യൂ എടുക്കുന്നില്ല. അതെടുത്താൽ എന്താ പ്രശ്നം എന്നറിയോ? ഇപ്പോൾ 0 എടുത്താൽ 0² 0 - 4 നെഗറ്റീവ് റൂട്ട് -4 ആയി പോകും. ഡിഫൈൻഡ് ആവില്ല. -2 കൊടുക്കാം. -2ൻ്റെ സ്ക്വയർ 4 4 - 4 0. അപ്പോൾ -2ൻ്റെയും 2ൻ്റെ ഇടയിലുള്ള എല്ലാ വാല്യൂസും ഒഴിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഡൊമെയിനാണ്. ഒന്നെങ്കിൽ -∞ ടു -2 ക്ലോസ്ഡ് ആണ്. -∞, ക്ലോസ്ഡ് -2 യൂണിയൻ ക്ലോസ്ഡ് 2 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി എന്ന് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ ആക്ച്വലി എന്താണ്? കറക്റ്റ് ആണ്. അങ്ങനെ എഴുതിയാൽ നോ പ്രോബ്ലം. അല്ലെങ്കിൽ R- നിങ്ങൾക്ക് -2 2 എന്ന് പറഞ്ഞിട്ട് എഴുതുകയും ചെയ്യാം. അങ്ങനെ എഴുതിയാലും നോ പ്രോബ്ലം കേട്ടോ. -2 മുതൽ 2 വരെയുള്ള റീജിയൻ മാത്രമല്ല ഒഴിവാക്കുന്നത്. അങ്ങനെ എഴുതിയാലും മതി. ഇനി റേഞ്ച് നോക്ക്. 0 കിട്ടും എന്തായാലും. 2 കൊടുത്താൽ 2² - 4 0 കിട്ടുക. അപ്പോൾ 0ക്ക് 0 തന്നെ. സോറി, 2 എടുക്കുന്ന സമയത്ത് 0 തന്നെ. പിന്നെ മുകളിലോട്ടുള്ള എല്ലാം വരുന്നുണ്ട്. അതായത് ക്ലോസ്ഡ് 0 ടു ഇൻഫിനിറ്റി ആണ് ആക്ച്വലി എന്ത് വരിക? റേഞ്ച് വരുന്നത്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇതുകൂടി വരയ്ക്കാം നമുക്ക് ലാസ്റ്റ്. x² / x² + 1. നിങ്ങൾക്ക് ഗ്രാഫ് നോക്കിയാൽ അത്യാവശ്യം മനസ്സിലാകുന്ന ഫംഗ്ഷൻസ് മാത്രമേ തരൂ. ഈ x² / x² + 1 ഒക്കെ ഒന്നും തരാൻ ചാൻസ് ഇല്ല. എന്നാലും നമുക്കൊന്ന് നോക്കാമല്ലോ എങ്ങനെയൊക്കെയാണ് വരിക എന്നൊന്നും പറയാൻ പറ്റൂല. x² / x² + 1 ചെയ്യുമ്പോഴേ മുകളിലും താഴെ നിങ്ങൾ കറക്റ്റ് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ x² ഡിവൈഡഡ് ബൈ പിന്നെയും ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് x² + 1 ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളോട് ആ കൺഫ്യൂഷൻ വരും ആ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത്.
കൺട്രോൾ ചെയ്യാൻ അടിച്ച് സെൻറ്ററിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഹൈഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്ക്, ഇതാണ് x² + 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഒരു സംശയവും വേണ്ട, ഡൊമെയിൻ എല്ലാം കൊടുക്കാം. എക്സിന് എന്ത് കൊടുത്താലും പ്രശ്നമല്ല. ഡൊമെയിൻ എന്ത് വേണേലും കൊടുക്കാം. അതായത് എല്ലാ വാല്യൂസും കൊടുക്കുന്നുണ്ട്. ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്, നോ പ്രോബ്ലം. പക്ഷെ റേഞ്ച് ഇതിൻ്റെതൊക്കെ എഴുതുന്ന സമയത്ത് കുറച്ച് റിസ്ക്കാണ്. നിങ്ങൾക്ക് 0 കിട്ടുമോ? 0 കിട്ടും. ഒബ്വിയസ്ലി 0 കൊടുത്താൽ 0 കിട്ടും. 0² / 0 + 1 0/1 0 എന്ന് തന്നെ ആൻസർ വരും. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഏത് വാല്യൂ എടുത്താലും ഇവിടെയൊക്കെ നിങ്ങൾക്ക് 1ലേക്ക് കൂട്ടിമുട്ടുന്നത് കാണാം. 10 എടുക്കുന്ന സമയത്ത് 1 ആണോ ഫംഗ്ഷൻ്റെ വാല്യൂ? അല്ല. നിങ്ങൾക്ക് ഇവിടെ കൊടുത്തു നോക്കിയാൽ അത് മനസ്സിലാവും. 10 കൊടുത്താൽ 10² / 10² + 1 100/101 എന്നാണ് കിട്ടുക. അതൊരിക്കലും 1 ആവില്ല, പക്ഷേ നിയറസ്റ്റ് ടു 1 ആയിരിക്കും. 1000 കൊടുത്താൽ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു 100 കൊടുത്താൽ 100² / 100² + 1 എന്നാണ് വരിക. 100ൻ്റെ സ്ക്വയർ 10,000. അപ്പോൾ 10,000/10,001 എന്നാണ് വരിക. അതൊക്കെ സത്യം പറയുകയാണെങ്കിൽ 0.9999999 എന്ന് പറഞ്ഞ് പോയിട്ട് വെരി നിയറസ്റ്റ് ടു 1 ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഗ്രാഫിൽ ഇങ്ങനെ 1നോട് ചേർന്ന് ഇങ്ങനെ പോകുന്നത്. അപ്പം നിങ്ങൾ അതിൽ മനസ്സിലാക്കുക, ചിലയിടത്തൊക്കെ നിങ്ങൾ പഠിച്ച തിയറി കൺസെപ്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ഡൊമെയിൻ ഓൾ റിയൽ നമ്പേഴ്സ് വരുന്നുണ്ടെങ്കിലും റേഞ്ച് ക്ലോസ്ഡ് 0 ടു ഓപ്പൺ 1 ആണ് വരിക. 1 ഒരിക്കലും ഒരു വാല്യൂവിൻ്റെയും ഇമേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതാണ് ബേസിക് ഐഡിയ ഇതിൻ്റെ. അപ്പോൾ ഫംഗ്ഷൻ നോക്കിയിട്ട് ഡൊമെയിനും റേഞ്ചും കണ്ടെത്താൻ പഠിക്കണം. മനസ്സിലായോ? വെറുതെ y ആക്സിസ് വാല്യൂസും x ആക്സിസ് വാല്യൂസും നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കിട്ടും. ഇവിടെ 0ൻ്റെയും 1ൻ്റെ ഇടയിലേ വാല്യൂ വരുന്നുള്ളൂ. അപ്പോൾ ചാടിക്കറി 1 വരും എന്ന് പറയരുത്. ചില ഫംഗ്ഷനൊക്കെ എന്തുണ്ടാവില്ല, നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കൂല. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനും അങ്ങനത്തെ സിഗ്നം ഫംഗ്ഷനൊക്കെ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണമെന്നും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. റെഡി? ഓക്കെ. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഇത് ഡൊമെയിനും റേഞ്ചും ടേബിൾ വെച്ച് ഫില്ല് ചെയ്താൽ മതി കേട്ടോ. അടുത്ത ആക്ടിവിറ്റി റേഷണൽ ഫംഗ്ഷൻ ആ ചോദ്യം. x² - 4/x - 2ൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ. ഇത് x² - 4 എന്ന് പറഞ്ഞാൽ a² - b² ഫോമില. അപ്പോൾ x - 2 × x + 2 എന്ന് മുകളിലുള്ളതിനെ മാറ്റി ചെയ്താൽ, അപ്പോൾ x - 2 മുകളിൽ നിന്നും താഴെ നിന്നും ക്യാൻസൽ ചെയ്താൽ x + 2 വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഗ്രാഫ് കിട്ടുക, x + 2ൻ്റെ ഗ്രാഫ്. അതേപോലെ വേറൊരു ഗ്രാഫ് x + 2ൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും സെയിമാണ് കിട്ടുക. എന്നിട്ട് അത് രണ്ടും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. ആ ഒരു ആക്ടിവിറ്റി ഒന്നും ഭയങ്കര പ്രശ്നമുള്ളതല്ല, അതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല. അതൊന്നും എക്സാമിന് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉള്ളതുമല്ല. ഓക്കെ. ആൻഡ് ഇതാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്, പീസ് വൈസ് ഫങ്ഷൻസ്. നിങ്ങൾക്കറിയാം, നമ്മൾ +2 പഠിച്ച സമയത്തും ലിമിറ്റ്സ് ഒക്കെ പഠിച്ച സമയത്തൊക്കെ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്യുന്ന കേസുകൾ കാണാറുണ്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട്. ഇപ്പോൾ നോക്കി, ഇവിടെ ഒരു എക്സാമ്പിൾ, ഒരു ഫംഗ്ഷൻ f(x) = x². അത് x < ≤ 2 ആകുമ്പോൾ f(x) = 2x if x greater than 2 ആകുമ്പോൾ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക? നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി തന്നെ നോക്കാം. വി ക്യാൻ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ഗിവൺ ഫംഗ്ഷൻ വിത്ത് റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻസ്. റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻസ് ആണ്. അപ്പോൾ f(x) = x², -1 മുതൽ 2 വരെ x²ഉം, പിന്നെ അല്ലെങ്കിലോ ഇവിടുത്തെ ഫോർ എക്സാമ്പിൾ ഇതൊരു കമാൻഡ് കൊടുത്തതാട്ടോ, നമുക്ക് ഇത് തന്നെ വരയ്ക്കാം. ഇത് തന്നെ വരയ്ക്കാം. ഓക്കെ. f(x) = x² if x < ≤ 2, 2x if x greater than 2. ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേ സംഭവം തന്നെ. ഇഫ് x < ≤ 2, x², അതർവൈസ് 2x. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് എഴുതാം. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് കമാൻഡ് കൊടുക്കാം. ആ കമാൻഡാണ് ഇവിടെ തന്നത്. അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞുതരും പോലെ നിങ്ങൾ ചെയ്താൽ മതി. x² x < ≤ 2 ആകുമ്പോഴാണ്. അപ്പോൾ ഇത് പോട്ടോ, ഇത് വേണമെങ്കിൽ നമുക്ക് സേവ് ആസ് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു പേരൊക്കെ കൊടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് പോയി. ആൻഡ് ഞാൻ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യുകയാണ്. ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. ഇനി നോക്കും, നമുക്കവിടെ പറഞ്ഞിട്ടുള്ളത് x² when x < ≤ 2. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇഫ് കൊടുക്കുക എന്നുള്ളതാണ് പീസ് വൈസ് ഫംഗ്ഷന്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാം. ഇഫ് കണ്ടീഷൻ, രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് x < ≤ 2 ആകുമ്പോഴുള്ളതും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് എൽസ്, അതായത് എൽസ് വേറെന്താണെങ്കിലും എന്നുള്ള ഒരു സംഭവം. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. ഞാൻ ഇവിടെ തന്നിട്ടുള്ള, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് തന്നിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ പിന്നെ എങ്ങനെ ചെയ്യുന്നത്? ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് കൊടുക്കുന്നത് നമ്മൾ സാധാ രീതി ചെയ്യുന്നത് പോലെ തന്നെ ഇഫ് x < ≤ 2. അപ്പോൾ എക്സ് ഈ സിമ്പിൾ ഇടുക, ലെസ് ദാൻ, എന്നിട്ട് ഈക്വൽ ടു ഇടുക. x < ≤ 2. അപ്പോൾ ഫംഗ്ഷൻ എന്താകും നോക്കുക. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ x² ആയിരിക്കും. x² ആയില്ലല്ലോ, x⁻². അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ x² ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്ക്, കൺട്രോൾ ചെയ്യാൻ മടിച്ച് സെൻറ്ററിലേക്ക് ആക്കി.
എക്സ് 2 2 കുറവാണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ എക്സ് സ്ക്വയർ. നിങ്ങൾക്കറിയാം യു ഷേപ്പിലാണ് പോകുന്നത്, പക്ഷേ എക്സ് ആക്സിൽ 2 വരെ എത്തുന്ന സമയത്ത് വരെ അത് യു ഷേപ്പ് ആവും. 2 കുറവാകുന്ന സമയത്തെ നമ്മൾ ഇങ്ങനെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നുള്ളൂ. ഇനി അടുത്ത കണ്ടീഷൻ നോക്ക്. അടുത്ത കണ്ടീഷൻ ഇവിടെ പറയുന്നത് എക്സ് 2 കൂടുതലാണെങ്കിൽ 2x എന്നാ. അപ്പൊ നിങ്ങൾക്ക് അത് രണ്ട് രീതി ചെയ്യാം. ഞാൻ ആദ്യം സെലക്ട് ചെയ്തെന്ന ആ കമാൻഡ് യൂസ് ചെയ്തുകൊണ്ടും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇപ്പൊ കോമഡ, അടുത്ത കോമഡാണ്, കോമഡ് ഇല്ലെങ്കിൽ പ്രശ്നം. അടുത്ത കണ്ടീഷൻ എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ 2. എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ, അപ്പൊ ഇവിടുത്തെ പോയി ഉണ്ടാവും, അത് മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക ആദ്യം. ആ നിങ്ങളുടെ ഇൻപുട്ട് കംപ്ലീറ്റ് ചെയ്യുക. എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ 2x ആണെന്നാ പറഞ്ഞത്. 2x. അപ്പൊ നോക്ക് 2x തന്നെയല്ലായിരുന്നു, 2x. ഓക്കെ 2x തന്നെയാണ്. അപ്പൊ 2x കൊടുത്തു. ഇങ്ങനെയാ ഫംഗ്ഷൻ വരുന്നത്. ഇതായിരിക്കും അപ്പൊ ഫംഗ്ഷൻ. ഇത് എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് ആണോ? അല്ല. എക്സ് സ്ക്വയറിന്റെ യു ഷേപ്പ് ആണ്, അത് കംപ്ലീറ്റ്ലി യു ഷേപ്പ് ആകുന്നില്ല. അപ്പൊ നോക്ക്, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് കിട്ടുക. വേണമെങ്കിൽ നമുക്ക് വളരെ ഭംഗിയാക്കാൻ വേണ്ടി ഇതിന്റെ കളറൊക്കെ മാറ്റാം. കളർ ഇപ്പോൾ ഓൾറെഡി മാറി, അത് മതി, ബ്ലൂ കളറിലായിട്ടുണ്ട്. അപ്പൊ നോക്ക് നിങ്ങൾ, ഇവിടെ ഫംഗ്ഷൻ ഓൾജിബ്രയിൽ നിങ്ങൾക്ക് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതും കാണാം. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് സ്ക്വയർ ആണ് വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 2x ആണ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 2. ഇവിടെ നിങ്ങൾക്ക് ഡൊമൈനും റേഞ്ചും പറഞ്ഞൂടെ? ഡൊമൈനും റേഞ്ച് ഇതാ ഇവിടെ തന്നെ നോക്കിയിട്ട് പറയാം. എക്സ് 2 2 കുറവുള്ള എല്ലാ വാല്യൂസും എടുക്കുന്നുണ്ട്, 2 കൂടുതലുള്ളത് എടുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? എല്ലാ റിയൽ നമ്പറും എടുക്കുന്നുണ്ട് എന്ന്. ഇനി റേഞ്ചോ? റേഞ്ച് നിങ്ങൾ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. 0ലാണ് ഏറ്റവും കുറഞ്ഞ വാല്യൂ കിട്ടുന്നത്. 0യിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ 0 തന്നെയാണ് കിട്ടുന്നത്. വൈ വാല്യൂ ഏറ്റവും കുറവ് 0 അല്ലേ? മുകളിലോട്ട് പോകുന്നതനുസരിച്ച് കൂടുക. അപ്പോൾ ക്ലോസ്ഡ് 0 to ഇൻഫിനിറ്റി. റേഞ്ചും ഡൊമൈനും ഈ ടൈപ്പ് ഫംഗ്ഷൻസിൻ്റെ അത് പറയാം, ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കണ്ടീഷൻ. അപ്പോൾ ആ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ഐഡിയ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. റെഡി? സോ ഇനി അടുത്ത നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഒന്ന് വരച്ചു നോക്കാം. ഇവിടെ കണ്ടോ നിങ്ങൾ? we can draw the graph of function with a restricted domain using if command. അതായത് if -1 less than or equal to x less than or equal to 2. -1ന്റെയും 2ന്റെയും ഇടയിലാണ് എക്സ് എങ്കിൽ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ. അതായത് ഈ ടൈപ്പ് സംഭവങ്ങൾ. അപ്പോൾ ആ ഒരു റീജിയനിൽ മാത്രമേ വരും. ആ കമാൻഡ് യൂസ് ചെയ്തുകൊണ്ടുള്ളതൊന്നും നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യേണ്ട രീതി ഒന്ന് കാണിച്ചു തരാം. നോക്കിക്കേ. if നമുക്ക് അവിടെ തന്നിട്ടുള്ള ആ ഫംഗ്ഷൻ തന്നെ കൊടുക്കാം. ഒറ്റ കണ്ടീഷൻ മതി. ഇത് വേണം, ഇത് സെലക്ട് ചെയ്യട്ടോ. കണ്ടീഷൻ എന്താ? കണ്ടീഷൻ ഒന്നുകൂടി നോക്കട്ടോ. കണ്ടീഷൻ -2ന്റെയും 1ന്റെയും ഇടയിലായിരിക്കണം എക്സ് എന്നാ. നോക്കണേ, -2ന്റെ ഇവിടെ -2ന്റെയും 1ന്റെയും ഇടയിലായിരിക്കണം എക്സ് എന്നാ. -2 ഇൻക്ലൂഡഡ് ആണ്, 1 ഇൻക്ലൂഡഡ്. അപ്പം -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് വേണ്ടത്. അപ്പം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് ഇതാ നോക്ക്, -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദെൻ അങ്ങനെയാണെങ്കിൽ വരുന്ന ഫംഗ്ഷൻ എന്താ? അങ്ങനെയാണെങ്കിൽ വരുന്ന ഫംഗ്ഷൻ ആണ് എക്സ് സ്ക്വയർ. അപ്പോൾ നോക്ക്, ഞാൻ ഇത് ഹൈഡ് ചെയ്യുന്നുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഫംഗ്ഷൻ. അതായത് എക്സ് ആക്സിലെ വാല്യൂ -1ന്റെയും 2ന്റെയും ഇടയിലാകുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഫംഗ്ഷനായിട്ട് വൈ വാല്യൂസ് കിട്ടുന്നുള്ളൂ. അപ്പം ഞാനത് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഓൾജിബ്രൈക് വ്യൂവിൽ കാണാം, എക്സ് സ്ക്വയർ ആണ് ഫംഗ്ഷന്റെ വാല്യൂ -2ന്റെയും 1ന്റെയും ഇടയിലാകുന്ന സമയത്ത്. ഐഡിയ കിട്ടിയോ? സിമ്പിൾ കാര്യം. ഇതൊക്കെ എങ്ങനെ കമാൻഡ് കൊടുക്കുക എന്നുള്ളതും അതെങ്ങനെ റിസൾട്ട് കിട്ടുക എന്നുള്ളതും മനസ്സിലാക്കുക. ഇതിന്റെ ഡൊമൈൻ വരിക വളരെ റെസ്ട്രിക്റ്റഡാ. -2 മുതൽ 1 വരെയാണ്. ക്ലോസ്ഡ് -2 to 1 ആണ് ഡൊമൈൻ. റേഞ്ച് വരികയോ 0 മുതൽ എവിടെ വരെ വരുന്നുള്ളൂ? 4 വരെ. അപ്പോൾ ക്ലോസ്ഡ് 0 to 4 ആണ് റേഞ്ച്. ഈസി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ്റെ കൂടി നമുക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ ഇപ്പോൾ അടുത്തതായിട്ട് ഇതിൻ്റെത് കൊടുക്കാമാണെങ്കിൽ ഈ രണ്ടാമത്തത് കേട്ടോ, എല്ലാം ഒന്നും ചെയ്യണ്ടല്ലോ, രണ്ടാമത്തത് കൊടുക്കാം. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, രണ്ട് രീതി ചെയ്യാമെന്ന് പറഞ്ഞു. ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഫ് എന്നിട്ട് പറഞ്ഞ് തുടങ്ങുന്നു. ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ക്യൂബ് അല്ലേ നമ്മളോട് പറഞ്ഞത്? അപ്പം എക്സ് ക്യൂബ് എക്സ് റൈസ് ടു 3, കോമ അടുത്ത കണ്ടീഷൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കോമ എന്താ പിന്നെ വരിക എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കട്ടോ. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1. അത് കൊടുത്തിട്ടില്ല, കോമ ഒന്നും കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് അത് കിട്ടില്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എക്സ് സ്ക്വയർ പ്ലസ് 1 റെഡി. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ വരിക. അപ്പോൾ ഞാൻ മറ്റേത് ഹൈഡ് ചെയ്തു. ഇങ്ങനെ ഫംഗ്ഷൻ ഉണ്ടാവുക. നോക്ക്,
എക്സ് ക്യൂബ് ആണ് കിട്ടുക എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ. എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുന്ന സമയത്ത്. കാര്യം മനസ്സിലായോ? അപ്പോൾ ഈ ഐഡിയകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എക്സ് ക്യൂബ് ആണ് കിട്ടുക വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ. എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ. അതാ നോക്ക്, എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ ഗ്രാഫാണ് ആക്ച്വലി ഇങ്ങനെ പോകുന്നത്. 1ൽ വെച്ചിട്ടാണ് ഇത് യു ഷേപ്പ് ആവുക. എക്സ് സ്ക്വയർ പ്ലസ് 1 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിൽ നിങ്ങൾക്ക് അറിയാം. എക്സ് സ്ക്വയർ പ്ലസ് 1 ആണെങ്കിൽ വൈ ആക്സിലെ പ്ലസ് 1ൽ വെച്ചിട്ട് ഇത് യു ഷേപ്പ് ആവും. ഓക്കെ, ക്ലിയർ? ആൻഡ് ഇത് നോക്ക്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ 0 കൂടുതലാണ് കുറവാണെങ്കിൽ എക്സ് ക്യൂബിൻ്റെ സാധാ ഗ്രാഫ് തന്നെ. അപ്പോൾ ഗ്രാഫ് കണ്ടോ? വ്യത്യാസം മനസ്സിലായോ? ഇതിൻ്റെ ഡൊമൈൻ ആൻഡ് റീജിയൻ എഴുതാൻ ഡൊമൈൻ ആൻഡ് റേഞ്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതുക? ഡൊമൈൻ എല്ലാ റിയൽ നമ്പേഴ്സും വരുന്നുണ്ട്. നമ്മളിവിടെ എക്സിന് എല്ലാ വാല്യൂസും കൊടുക്കുന്നുണ്ട്. റേഞ്ച് വരുമ്പോൾ 0 കിട്ടും. അപ്പം -∞ ടു ക്ലോസ്ഡ് 0 വരെ വരും. 0ക്ക് മുകളിലുള്ള വാല്യൂസ് വരുന്നില്ല. പിന്നെ 1 മുതലാണ് വരുന്നത്. അപ്പോൾ ക്ലോസ്ഡ് 1 ടു ഇൻഫിനിറ്റി വരെയും വരും. 1 ഇൻക്ലൂഡഡ് ആണ്. കാരണം എക്സിന് 0 കൊടുത്താൽ 1 ഇൻക്ലൂഡഡ് ആവില്ല. 1 ഇൻക്ലൂഡഡ് ആവില്ല കേട്ടോ. അതെന്തുകൊണ്ട് എന്നല്ലേ? 1 നിങ്ങളിവിടെ പോയിന്റ് കാണുന്നുണ്ടാവും, പക്ഷെ 1 ഇൻക്ലൂഡഡ് ആവില്ല. അതായത് എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് എക്സ് ക്യൂബാണ് കിട്ടുക. 0 ഈക്വൽ ടു 0 ആകുമ്പോൾ 0 ക്യൂബ് എക്സ് ക്യൂബ്, അപ്പോൾ 0 ക്യൂബ് 0 കിട്ടുക. 0നേക്കാളും കൂടുതലുള്ള വാല്യൂ എടുക്കുമ്പോഴാണ് ഇത് കിട്ടുക. അപ്പോൾ 0നേക്കാളും കൂടുതലുള്ള വാല്യൂ 0.0001 എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0.0001 സ്ക്വയർ പ്ലസ് 1 കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് 1നേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ -∞ ടു ക്ലോസ്ഡ് 0, ഓപ്പൺ 1 ടു ഓപ്പൺ ഇൻഫിനിറ്റി, അങ്ങനെയാണ് റേഞ്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോ ഫംഗ്ഷൻ്റെ റേഞ്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഡൊമൈനും റേഞ്ചും കണ്ടെത്തുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് ഇതേപോലെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ ഫംഗ്ഷൻസ് തന്നിട്ട് അത് ഏത് ഫംഗ്ഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അത് ഞാൻ നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ വെച്ചിട്ട് കാണിച്ചു തരാം. അതാ നോക്കിക്കേ. ഇതിലൊക്കെ ഈ ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ഡൊമൈനും റേഞ്ചും കണ്ടെത്താനുണ്ട്. അത് നിങ്ങൾ ഈ ഇൻപുട്ട് കൊടുത്താൽ ഗ്രാഫ് കാണും. ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എന്നിട്ട് അടുത്തൊരു ചോദ്യം നോക്ക്. രണ്ടാമത്തെ വേറൊരു ചോദ്യമാണ്. അതിൽ തന്നെയുള്ള വേറൊരു ചോദ്യമാണ്. 8 മാർക്കിൻ്റെ ഒരൊറ്റ ചോദ്യം അല്ല, ഇത് 8 മാർക്കിൻ്റെ ചോദ്യമല്ലല്ലോ. യെസ്, വേറൊരു ക്വസ്റ്റ്യൻ ആയത് 2 2 2 2. ഇത് മൊത്തത്തിൽ 2 അത് അവിടുന്നത്. അപ്പോൾ ഇതിനും 2, അപ്പോൾ 10 മാർക്കായോ? അതെന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ചോദ്യം ഇതാ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ ഫ്രം ദിസ് ഗ്രാഫ് അല്ലെങ്കിൽ ഇറ്റ്സ് ഗ്രാഫ് ഗിവൺ ബിലോ ആൻഡ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. ഈ ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കണം. ഇവരൊരു എക്സാമ്പിളും തന്നിട്ടുണ്ട്. ഇൻപുട്ട് കമാൻഡ് ഹിൻഡ് എന്ന് പറഞ്ഞിട്ട് f(x) ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആകുമ്പോൾ 2x + 1 ആണ് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ഇൻപുട്ട് കമാൻഡിൻ്റെ ഒരു ഹിൻറ്റും തന്നിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആക്ച്വലി. നിങ്ങൾ ഇത് ഏതാ ഫംഗ്ഷൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഇത് യു ഷേപ്പിലാണ് പോകുന്നത്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെതാണ്. പക്ഷേ ഇത് -1ൽ വെച്ചിട്ടാണ് യു ഷേപ്പ് ആകുന്നത്. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ -1ൻ്റെ ഗ്രാഫ് ആയിരിക്കും. ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിൻ്റെ ഐഡിയ. അപ്പോൾ ഞാൻ എക്സ് ആക്സിൽ ഏത് പോയിന്റ് വരെ എടുക്കണം? നോക്ക്, 1ഓ 1നേക്കാളും കുറവോ ഉള്ള പോയിന്റ്സ് എടുക്കുമ്പോഴാണ് എക്സ് സ്ക്വയർ -1. അപ്പോൾ ഞാൻ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാമെന്നറിയോ? f(x) ഈക്വൽ ടു എക്സ് സ്ക്വയർ -1, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് 1നേക്കാളും കൂടുതലാണെങ്കിലോ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എടുക്കുന്നത്. നിങ്ങൾക്കിത് എക്സാക്ട്ലി ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. 1 വരുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഫംഗ്ഷനിലും ഈക്വൽ ടു 1 പറഞ്ഞ് കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക, ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഇവിടെ നിന്ന് നമുക്കൊന്ന് ഒഴിവാക്കാം. 1 ഇൻക്ലൂഡഡ് അല്ല, 1ൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ള വാല്യൂസ് മാത്രമാണ് ഇൻക്ലൂഡഡ് എന്ന രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതാരുടെ ഗ്രാഫാണ്? എക്സ് സ്ക്വയർ -1ൻ്റെ ഡൊമൈൻ എടുക്കുന്നത് -∞ ടു 1 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് ഞാൻ അടുത്ത ഇൻ്റർവെല്ലിലേക്ക് കയറ്റി. അപ്പോൾ എക്സ് ലെസ് ദാൻ 1 ആകുന്ന സമയത്ത് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ -1. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുന്ന സമയത്ത് ഫംഗ്ഷൻ ഫ്ലോർ ഫംഗ്ഷൻ അല്ലേ, സ്റ്റെപ്പ് ഫംഗ്ഷൻ. ശരിയാണ്. അപ്പം നമുക്കൊന്ന് വരച്ചു നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം ഡെഫിനിഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ അതാ നോക്ക്, നമ്മൾ ഈ ഫംഗ്ഷൻ വരയ്ക്കുന്ന സമയത്ത് നോക്കിക്കോ, നമ്മൾ ഈ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യാണ്. f(x) ഈസ് ഈക്വൽ ടു അത് എഫ് നേരത്തെ കൊടുത്തത് കൊണ്ട് അതിൻ്റെ അത് വന്നതാണ്. അതായത് നമുക്ക് പ്ലോട്ട് ചെയ്യാം. എഫ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് ഏതാ കണ്ടീഷൻ വരുന്നത്? ഒന്ന് എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ, എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് വരുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ -1 ആണ്. എക്സ് സ്ക്വയർ -1. നോക്ക്, നിങ്ങൾക്ക് അവിടെ കിട്ടിയ ഗ്രാഫും അതുവരെ സെയിം അല്ലേ? നോക്ക്,
അവിടെ കിട്ടിയ ഗ്രാഫും ഇതാ ഇത്ര വരെ ആ റീജിയനിൽ സെയിം അല്ലേ നോക്ക്, സെയിമാ, പ്രശ്നമല്ല. ഇനി അടുത്തതോ എക്സ് 1 1 കൂടുതലോ ആകണമെങ്കിൽ ഫ്ലോർ ഫംഗ്ഷൻ ആണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കോമ ഇട്ടോ, കോമ ഇട്ടിട്ട് കണ്ടീഷൻ പറയുക എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ കോമ, അപ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടുക, ഫ്ലോർ ഫംഗ്ഷൻ, അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. അപ്പോൾ ഫ്ലോർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ അതാ നിങ്ങളുടെ ഫംഗ്ഷൻ ഗ്രാഫ് ഇങ്ങനെയാണ് പോവുക. അപ്പോൾ നിങ്ങൾ നോക്ക്, ഞാനിതൊന്ന് വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഇതാ ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലായി. ഇത് തന്നെയല്ലേടാ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതും അല്ലേ? ക്വസ്റ്റ്യനിൽ തന്ന അതേ സംഭവം ഇപ്പോൾ നമ്മൾ ഗ്രാഫിക്കലി ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തത് കണ്ടോ? അപ്പം ആ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാഫാണ് വരയ്ക്കാൻ എങ്ങനെയാണ് മനസ്സിലാവുക? അതിന് നിങ്ങൾ എല്ലാ ടൈപ്പ് ഗ്രാഫിൻ്റെയും സ്ട്രക്ചർ അത്യാവശ്യം മനസ്സിലാക്കി വെക്കണം. ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിൻ്റെ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഇവിടെ -1 യു ഷേപ്പ് ആയപ്പം അത് x² -1 ആണെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങൾ ആ ലാബും കറക്റ്റായിട്ട് ചെയ്ത് പഠിച്ചാലേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ബേസിക്കലി ഇതിലെല്ലാം ഫംഗ്ഷൻ്റെ ഐഡിയ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ എക്സ് കൊടുക്കുന്നത് ഇവിടെ ഈക്വൽ ടു കൊടുത്താലും പ്രശ്നമല്ല, ഇവിടെ ഈക്വൽ ടു കൊടുത്താലും പ്രശ്നമല്ല, എവിടെയെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. എങ്ങനെയാണെങ്കിലും ഈ ഒരു സ്ട്രക്ചറിലേക്ക് എത്തും. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു ചെറിയ ലിമിറ്റേഷൻ ആണ് ഇത് എക്സ്ക്ലൂഡ് ചെയ്യുന്ന പോയിന്റ് അവിടെ ഹോൾ ഇട്ട് കൊടുക്കുന്നില്ല എന്നുള്ളത് ജിയോജിബ്രയുടെ. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചറിൽ ഗ്രാഫ് കിട്ടും. ഡൊമൈൻ എന്താ നമ്മൾ പറയാം, ഡൊമൈന് നമ്മൾ എല്ലാ റിയൽ നമ്പേഴ്സും കൊടുക്കുന്നുണ്ട്. റേഞ്ച് ആക്ച്വലി -1 ടു ഇൻഫിനിറ്റി എന്ന് തന്നെ പറയാം. ഇവിടെ ഇൻറ്റിജേഴ്സ് ആണ് കിട്ടുന്നതെങ്കിലും ഇവിടെ അതിൻ്റെ ഇടയിലുള്ള എല്ലാ പോയിന്റ്സും കിട്ടുന്നുണ്ട് ഇവിടുത്തെ കേസിൽ. അപ്പം -1 ടു ഇൻഫിനിറ്റി, ക്ലോസ്ഡ് -1 ടു ഇൻഫിനിറ്റി ആണ് റേഞ്ച് വരിക. ഐഡിയ മനസ്സിലായോ? ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കാണിച്ചു തന്നു. ആൻഡ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ആൻസർ കീ ഇതിലുണ്ട് കേട്ടോ. ആൻസർ കീ ഒക്കെ ഇവർ കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, സോ ദച്ച് ലൈവിലുള്ളതാണ്. ആയിക്കോട്ടെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ ലാബ് 3 കഴിഞ്ഞിട്ടുണ്ട്. ലാബ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊമൈൻ ആൻഡ് റേഞ്ച്. ആൻഡ് ഇനിയും വീണ്ടും കുറച്ചുകൂടി നല്ല ലാബുകളുമായിട്ട് നമുക്ക് കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.